അനുരാധെ അതൊക്കെ എടുത്ത് കഴിക്കേ. ആ ഉണ്ണിയപ്പം എടുത്ത് കഴിക്കട്ടോ. നന്നായിട്ടുണ്ട്. കഴിക്കുമോനെ. ശ്രീ, സനു അവിടെ? അവളെ കണ്ടില്ലല്ലോ. അത് അവൾക്ക് ചെറിയൊരു തലവേദന. കുറച്ചുനേരം കിടന്നിട്ട് വരാന്ന് പറഞ്ഞു. ഞാനൊന്ന് അവളെ ചെന്ന് നോക്കിയിട്ട് വരാം. അവൾ കുറച്ചുനേരം കിടക്കട്ടെ ഗിരി. ഈ പലഹാരങ്ങളും വറുത്ത മണവും ഒക്കെ ആവുമ്പോ അവൾക്ക് ഛർദിക്കാൻ വരും. ഗർഭിണികളാവുമ്പോ അങ്ങനെയാ. അല്ല, നിങ്ങളും കൂടിയൊക്കെ ഇരിക്കേ, എല്ലാവർക്കും കൂടി കഴിച്ചൂടെ? അതിന് അവർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ കാദംബരിയമ്മേ. അത് പിന്നെ ഫ്ലാറ്റ് ആകുമ്പോ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാ. ഇവിടത്തെ ചെറിയ സൗകര്യത്തില് ഗർഭിണിയായ സാനിയ എങ്ങനെ കഴിയും? അവൾക്കാകെ ശ്വാസം മുട്ടില്ലേ? ഇനിയിപ്പൊ പ്രസവം വരെ സാനിയ ഒയ്യാരത്തെ വീട്ടിൽ നിൽക്കുന്നതാ നല്ലത്. അതായിരിക്കും നല്ലത്. അവിടെ സെർവൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സനുവിന് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അനുരാധ എന്തോ പറയുന്നു? അതെ അതെ, ഇവിടെ കറണ്ട് പോയ ജനറേറ്റർ പോലും ഇല്ല, ലിഫ്റ്റും വർക്ക് ചെയ്യില്ല. സനുവിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്കിവിടെ ഇത്തിരി സൗകര്യം കുറവാണ്. എന്നുവെച്ച് അവളുടെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എമർജൻസി വന്നാൽ ഞാനും ശ്രീനിഷും ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സനുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഗിരിക്ക് എന്താ അഭിപ്രായം? അനുരാധ ചോദിച്ചത് സുമിയുടെ അഭിപ്രായം അല്ല, ഗിരിയുടെ. ഇവിടെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിനോ സുമിയുടെ അഭിപ്രായത്തിനോ ഒരു പ്രസക്തിയില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയേണ്ടതും ഒരു തീരുമാനം എടുക്കേണ്ടതും അച്ചമ്മയാണ്. അച്ചമ്മ പറയട്ടെ. ഗർഭിണികളായ കുട്ടികളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ അതിന് സമയം കാലമൊക്കെ ഉണ്ട്. ആചാരപ്രകാരം ചടങ്ങുകളൊക്കെ അതിന്റെ സമയത്ത് തന്നെ നടക്കും. ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ വിഷയം വിട്ടേക്ക്. ഞാൻ കരുതി തലവേന പിടിച്ച് കിടക്കുകയാണെന്ന്. ദാ ഈ ചായ കുടിക്കേ, തലവേന പൊക്കോളും. നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. തക്ക സമയത്ത് ഞാൻ വന്നുകൊണ്ട് അവരെ ഇങ്ങോട്ട് കയറ്റാതെ തടയാൻ പറ്റി. ആ CI മീര വർഗീസിന്റെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. അവരെന്തിനാ വന്നതെന്ന് അറിയൂ നിനക്ക്? നിന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്നെ വണ്ടിയിടിപ്പിച്ചു കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നീയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് CI മീര വർഗീസ് ഇങ്ങോട്ട് വന്നത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചേച്ചിയെ കൊല്ലാൻ നോക്കിയെന്നോ? എനിക്ക് അതിനൊക്കെ കഴിയോ ചേച്ചി? പ്രതിയെ കിട്ടാതായപ്പോ പോലീസുകാർ തന്നെ ഉണ്ടാക്കിയതായിരിക്കും ഈ കള്ളക്കഥ. മതി, നിർത്ത്. രക്ഷപ്പെടാനായിട്ട് ഒരു ന്യായം പറയണ്ട സനു. നിന്റെ കൂട്ടുകാരൻ റോഷനി പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ നല്ല തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് വന്നത് അറിഞ്ഞിട്ടാണ് നീ ഈ മുറിയിൽ കയറി വാതിലടച്ച് ഈ നാടകം കളിച്ചൊന്നും എനിക്കറിയാം. ഒടുവിൽ പോലീസ് പോയപ്പോ നിന്റെ ഒളിച്ചുകളി ഗിരിയേട്ടനോടുള്ള സ്നേഹമായിട്ട് നീ മാറ്റി. ബുദ്ധി കൊള്ളാട്ടോ. പാവം ഗിരി അനിയത്തിയുടെ അഭിനയത്തിന് മുന്നിൽ അങ്ങ് വീണുപോയി. നീ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എനിക്കത് അറിയാൻ വേണ്ട. പക്ഷേ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആൾക്ക് മാപ്പ് കൊടുത്ത് വെറുതെ വിടാൻ മാത്രം മഹാമനസ്കതയൊന്നും എനിക്കില്ല. മീര വർഗീസിന്റെ അടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ നിന്റെ താമസവേ ജയിലിലായിരിക്കും. ഞാനത് ചെയ്യാത്തത് ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് മാത്രം. പിന്നെ എന്റെ ഭർത്താവും അനിയനും നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടും. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്. എന്നോട് ക്ഷമിക്കണം. നിന്റെ അടുത്ത് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സനു.
പക്ഷെ ഞാനിത് ആരുടെ അടുത്തും പറയാതിരിക്കാനായിട്ട്. ആ മീര വർഗീസിനെ പറഞ്ഞു നിർത്താൻ എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഒരു ഉറപ്പ് വേണം. നിന്റെ ഈ ഓഫീസിലെത്തുമ്പോൾ ഉച്ച കഴിയും, അപ്പോൾ വിളിക്കാം. ശരി, ഓക്കെ. നീ ആള് കൊള്ളാലോ. വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. മോഡലിംഗ് മാത്രമല്ല, ഇനി വേണമെങ്കിൽ സിനിമയൊക്കെ ചെയ്യാം. ഒന്ന് പോന്നിത് ചേട്ടാ, വെറുതെ കളിയാക്കാതെ. കളിയാക്കിയതല്ലടോ, ചെറിയ പരസ്യ ചിത്രങ്ങളും മോഡലിംഗ് ഒക്കെ ചെയ്തവരാ വലിയ സിനിമാ നടിമാരൊക്കെ ആയിട്ടുള്ളത്. നിധിയേട്ട ഇങ്ങനെയൊക്കെ പറയുമ്പോ കേൾക്കാൻ നല്ല രസമുണ്ട്. തൽക്കാലത്തേക്കാണെങ്കിലും സത്യം പറഞ്ഞ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. പക്ഷെ റിയാലിറ്റിയില് ഞാൻ എവിടെ എത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നത്. സത്യം പറഞ്ഞ നിന്റെ പ്രശ്നം എങ്ങോട്ട് ഇറങ്ങാതെയുള്ള ഈ കുടിസ് ഫ്ലാറ്റിൽ അടച്ചിരിപ്പാണ്. 24 മണിക്കൂർ ഇതിനകത്തിരുന്ന ആർക്കാണെങ്കിലും പ്രാന്ത് പിടിച്ചു പോകും. ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ. ഒരു ഔട്ടിംഗ് ആണ് ഈ മൂഡ് ഓഫിനുള്ള ബെസ്റ്റ് മെഡിസിൻ. നീ വിചാരിക്കുന്ന പോലെയല്ല, അത് നമ്മളെ വളരെ നന്നായിട്ട് റീഫ്രഷ് ചെയ്യും. ഈ വീഡിയോ ഉലകം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എനിക്കെന്താ ഔട്ടിങ് നിധിയേട്ടാ? അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോവാനാ? മനസ്സിന് ഇഷ്ടപ്പെട്ടവരെന്ന് പറയാൻ എനിക്ക് എനിക്ക് വേറെ ആരുള്ളത്? ഞാനുള്ളപ്പോ വേറെ ആരും വേണ്ടല്ലോ. ഞാൻ കൊണ്ടുവന്ന നന്ദുവിനെ. എന്താ അത് പോരെ? എന്താ വിശ്വാസം വരുന്നില്ലേ? നമ്മൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകുന്നു. അത് നന്ദുവിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുന്നു നമ്മൾ, അല്ലേ? നിധിയേട്ടന്റെ കൂടെ യാത്ര ചെയ്യാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ എനിക്കിഷ്ടം. അപ്പൊ അത് നമ്മൾ ഉറപ്പിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാവരോടും എന്തു പറയും ഞാൻ? അതൊരു ഫോട്ടോഷൂട്ടിന് പോവാന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ശരിയാവോ? അച്ഛൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്തു പറയും? വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തന്ന പോരെ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ന് പോണം, എവിടെ പോണം എന്നൊക്കെ നിധിയേട്ടൻ തീരുമാനിച്ചാൽ മതി. ആരെങ്കിലുമൊക്കെ കാണും. നിധിയേട്ടനൊരു കാര്യം. നീയായിട്ട് ഈ കൈക്കുള്ളിലേക്ക് വരുന്ന ദിവസം വരെ ഞാൻ കാത്തിരിക്കുന്ന നന്ദിത. അതാണല്ലോ അതിൻ്റെ ഒരു ഹരം. അതിനി അധികം സമയം എടുക്കില്ല എന്ന് എനിക്കറിയാം. അച്ഛാ, പോയിട്ട് വരാം. ശരി മോളെ. നന്ദു, സനുവിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോണേ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, സമാധാനമായി പോയിട്ട് വാ. സുമി എന്റെ കാർ കയറിക്കും, നമുക്കതിപ്പോ. അതിന് ഗിരി ഓഫീസിലേക്കല്ലേ? സുമി എന്തിനാ ഓഫീസിലേക്ക് കൊണ്ടുപോന്നേ? അവള് ഞങ്ങളുടെ കാറിൽ വരട്ടെ. നിനക്ക് ഓഫീസിൽ തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. നീ എന്താ അനുരാധ ഈ പറയുന്നേ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അവർക്ക് ഇഷ്ടമുള്ള പോലെ പോട്ടെ. നീ എന്തിനാ തടയാൻ നിൽക്കുന്നത്? മോളെ എന്ന് തക്കടുവിന്റെ കാറ് കയറ്. ഓക്കെ, പോട്ടെ മോനെ. ചന്ദ്ര, പോയിട്ട് വരാം.
സുമി വാ. ഗിരി, താങ്ക്സ് കേട്ടോ. എന്തിന്? ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ഇത്രയും സന്തോഷം നിറഞ്ഞ നല്ലൊരു മനോഹരമായ ദിവസം എന്റെ ജീവിതത്തിൽ തന്നേന്. എനിക്ക് എന്ത് പരാതി ഉണ്ടാവാനാ? സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ ജീവിതം സന്തോഷങ്ങളും സൗഭാഗ്യവും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതിൽ കൂടുതലൊന്നും ഞാൻ ഇനി ആഗ്രഹിക്കാനും പാടില്ല. എനിക്കിനി ആഗ്രഹിക്കാനും ഇല്ല. ഇതൊക്കെ മതി, ധാരാളം. അതിനോരോന്നിനും ഗിരിയുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എന്തോ വലിയ ആലോചനയിലാണല്ലോ. പുതിയ പ്ലാൻ വല്ലതും ആണെങ്കിൽ എന്നോടും കൂടെ പറ, ഞാനും കൂടെ കേൾക്കട്ടെ. വേറൊന്നുമില്ല മാമ, ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഗോവയ്ക്ക് പോണോ അതോ ഊട്ടിക്ക് പോണോന്നൊരു സംശയം. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഗോവയാ ബെസ്റ്റ്. ആണോ?
സാനിയുടെ വയറ് കാണൽ ചടങ്ങിനിടെ നീ ഒരു ഗോവൻ ട്രിപ്പ് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മോനെ. കൊച്ചു കള്ള. ഇത് മാമൻ ഉദ്ദേശിക്കുന്ന ട്രിപ്പല്ല, വേറെ ട്രിപ്പാ. നീയൊക്കെ ട്രിപ്പും ടൂറും അടിച്ച് നടന്നു. സ്വന്തം കാൽ കീഴിലെ മണ്ണൊലിച്ചു പോവാതെ നോക്കിയാൽ എല്ലാവർക്കും കൊള്ളാം. സുമിതയുടെ കാമുകനാണെന്നും പറഞ്ഞ് ഒരുത്തനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ട് എന്തായി? അത് ചീറ്റിപ്പോയില്ലേ? എന്റെ പൊന്നു ചേച്ചി, അത് ഞങ്ങളുടെ പിടിപ്പേട് കൊണ്ട് പറ്റിയതല്ല, ആ പരമനാറിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിയതാ. അവൻ ഭൂലോകം ഉടായിപ്പായിരുന്നു അല്ലേ? രണ്ടായാലും സംഭവം കയ്യിൽ നിന്ന് പോയില്ലേ? അതില് സുമിതയല്ലേ സ്കോർ ചെയ്തത്. എന്തോ ഭാഗ്യത്തിനാ കിരൺ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയാതിരുന്നേ. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും ഗിരി വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയനെ. ചേച്ചി അങ്ങനെ ഞങ്ങളെ കൊച്ചാക്കൊന്നും വേണ്ട. ഞങ്ങൾ ഉദ്ദേശിച്ച ഇനി പലതും ഇവിടെ നടക്കും അല്ലടാ. അമ്മ നോക്കിയോ, അവളെ തല്ലാനുള്ള എന്തേലും ഒരു വടി ദൈവം നമുക്കൊണ്ട് തരും. അങ്ങനെ ദൈവം തരുന്ന വടിയും നോക്കിയിരുന്നാലേ ഇരുന്നു പോവത്തേ ഉള്ളൂ മോനെ. സുമിതയെ ഇല്ലാതാക്കാൻ ഒരു വഴി നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റൂ. എന്റെ അമ്പി, വെറുതെ ഇങ്ങനെ മദ്യപിച്ച് ബുദ്ധി നശിപ്പിക്കാതെ അവളുടെ ശല്യം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും വഴി ആലോചിക്കാൻ നോക്കൂ. ചേച്ചി, വെള്ളം അടിച്ച ബുദ്ധി നശിക്കുകയല്ല, ബുദ്ധി ഉണരുകയാണ് ചെയ്യുന്നത്. അല്പം മദ്യം ബുദ്ധി ഉണർത്തും എന്ന് കേട്ടിട്ടില്ലേ? എന്റെ ബുദ്ധി ഉണർന്നു കഴിഞ്ഞു. അവളുടെ നാശം കാണാതെ ഇനി അത് ഉറങ്ങില്ല. സത്യം സത്യം സത്യം. ചന്ദ്രേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? എങ്ങോട്ട് വരാൻ? ആ സാനിയെ കാട്ടിക്കൂട്ടുന്ന ഒന്ന് കണ്ടേ. ഇങ്ങോട്ട് വാ, വന്നേ. അവിടെ ചെന്ന് നോക്കി. അയ്യോ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഗർഭിണികൾ ഇങ്ങനെ കസർത്ത് കാണിച്ച എങ്ങനെ ശരിയാവുക? അതല്ലേ ഞാനും പറയുന്നത്. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചെന്ന് അവളോട് പറയേ. മോളെ സനു, നീ എന്താ ഈ കാണിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല മോളെ. ഗർഭിണി ഇങ്ങനെ ചെയ്യുന്നത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് കേടാ മോളെ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക് മോളെ. ഒന്ന് നിർത്ത് സനു. ശ്രീകുട്ട, സനു ഇത് എന്തിനുള്ള പുറപ്പാടാ? വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചോണ്ടാണോ സനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത്? നീ ഇങ്ങോട്ട് വാ, വാ. നോക്ക, ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ലേ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സനു, അമ്മ പറഞ്ഞ കേട്ടില്ലേ? ഈ സമയത്ത് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. വെറുതെ റിസ്ക് എടുക്കണ്ട. ശ്രീക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാനൊരു ഫാഷൻ പ്രൊഫഷണലാ. എനിക്ക് എന്റെ ബോഡി ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇടി, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 2-3 മാസം വെയിറ്റ് ചെയ്തിട്ട് നിനക്ക് ഇതൊക്കെ ആരംഭിച്ച പോരെ? പ്ലീസ് സ്റ്റോപ്പ് ദിസ് സനു. ഇടി, നീ ഇപ്പൊ ചെയ്യുന്ന കുഞ്ഞിന് ദോഷമുള്ള കാര്യമാ. എന്ന് ആര് പറഞ്ഞു? ഗർഭിണികളെ മേലനങ്ങാതിരിക്കാൻ പാടില്ല എന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അതൊക്കെ ശരിയാ മോളെ. ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ഒരുപാടുണ്ട്. അതൊക്കെ അമ്മ മോക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല മോളെ. മോള് ചെറിയ കുട്ടിയെ, കാര്യങ്ങളൊന്നും അറിയാത്തോണ്ട എല്ലാം അമ്മ നോക്കിക്കൊള്ളാം. അമ്മ പറയുന്നത് മോളെ അനുസരിച്ചാ മതി. എന്നെ അങ്ങനെ ആരും ചെറിയ കുട്ടിയൊന്നും ആക്കൊന്നും വേണ്ട. ആരും എന്നെ അനുസരിപ്പിക്കാനും വരണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊരു കഷ്ടാ ഇത്.